പാക് അധിനിവേശ കശ്മീരിൽ പ്രക്ഷോഭം അടിച്ചമർത്താൻ പാകിസ്ഥാൻ നടത്തിയ പോലീസ് നടപടിയിൽ കൂട്ടക്കൊല. പോലീസ് വെടിവെപ്പിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. 50-ലേറെ പേർക്ക് പരിക്കേറ്റു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട റവാൽകോട്ടയിലെ ദ്രേക്ക് 8 മേഖലയിൽ നടന്ന പ്രതിഷേധത്തിന് നേരെയാണ് പോലീസിന്റെ ക്രൂരത ഉണ്ടായത്. फायरिंग जारी है। ऐसा लग रहा है कि हम फलस्तीन में हैं। कसम से इन्होंने वो हालत बनाई हुई है। നന്ദന വിവരങ്ങളുമായി ചേരും. നന്ദന, കഴിഞ്ഞ കുറേ മാസങ്ങളായി പിഒകെയിൽ നടക്കുന്ന വലിയ പ്രക്ഷോഭം, അത് ഇപ്പോൾ സ്ത്രീകളടക്കമുള്ള ജനക്കൂട്ടത്തിന് നേരെയാണ് ഈ വെടിവെപ്പ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മൃതദേഹങ്ങൾ ആ റാവൽകോട്ടയിൽ ചിതറിക്കിടക്കുകയാണ് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, പാക് അധിനിവേശ കാശ്മീർ പ്രക്ഷോഭം അടിച്ചമർത്താൻ പാകിസ്ഥാൻ നടത്തിയ പോലീസ് നടപടിയിൽ 20ഓളം പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജനക്കൂട്ടത്തിന് നേരെ പാക് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു. ഈ വെടിവയ്പിൽ 50-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും 20ഓളം പേര് കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പാക് അധീന കാശ്മീരിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റവൽകോട്ടിലെ ദ്രേക്കിലേക്ക് പ്രതിഷേധത്തിനായിട്ട് ജനക്കൂട്ടം പോയത്. ഈ ഒരു ജനക്കൂട്ടത്തിന് നേരെയായിരുന്നു പോലീസിന്റെ ക്രൂരമായ ഈ നടപടി. ഇവിടെ ഇന്നലെ മുതൽ നടന്ന ആക്രമണത്തിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി കോർ അംഗം ഉമർ നസീർ കാശ്മീരിയുടെ സഹോദരൻ ഉസ്മാൻ നസീർ ഉൾപ്പെടെ 20 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതോടെ പിഒകെയിൽ ജൂൺ 5-ന് ആരംഭിച്ച പ്രക്ഷോഭത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 80 കടന്നു. ഈ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ റോഡിൽ ഛിന്നഭിന്നമായി നിരത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയും അതിലെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നതാണ്. പിഒകെയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടപടികൾ തിങ്കളാഴ്ച ആരംഭിച്ചു. ഇതോടുകൂടി പാകിസ്ഥാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ജനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 14,000-ലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. 45 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 10-ാം തീയതി വരെ 3 ഘട്ടങ്ങളായിരിക്കും നടക്കുക. പിഒകെയിൽ ആകെയുള്ളത് 53 സീറ്റുകളാണ്. അതിൽ 45 എണ്ണത്തിലേക്കായിരിക്കും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുക. രഞ്ജിത്ത്, ശരി, നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.